ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിലുള്ള സുനീഷ് സാർ, പുള്ളി 23-ാം തീയതി മാർച്ച് 23-ാം തീയതി ലോഞ്ച് ചെയ്ത ദിവസം തന്നെ ഒരു BNB ഏൺ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ ഡെപ്ത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുമെന്നത് 100% ഉറപ്പാണ്. അത്രയ്ക്കും ഡെപ്ത് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ദൗത്യം ഇവിടെ MC ആണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, ഇന്ന് ഏകദേശം 5th ലെവലിലേക്ക് എത്തി നിൽക്കുന്ന നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലുള്ള സുനീഷ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സുനീഷ് സാർ. താങ്ക് യു ഇർഫാൻ സാർ, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഇവിടെ പരിചയപ്പെടുത്തി. ഞാൻ സുനീഷ്, എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. ഞാൻ 23-ാം തീയതി തന്നെ ഈ കമ്പനി ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എൻട്രി വെച്ചാണ്. അപ്പോൾ അത്യാവശ്യം ദൈവത്തിന്റെ ഒരു കൃപയാൽ എനിക്ക് അത്യാവശ്യം നല്ല ടീം എനിക്ക് കയറിയായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വരുമാനം, ഫസ്റ്റ് BNB അച്ചീവർ എന്നുള്ള ഒരു ബഹുമതി കൂടി എനിക്ക് കിട്ടിയതിൽ വളരെയധികം നന്ദി ഞാൻ എൻ്റെ ടീമിന് രേഖപ്പെടുത്തുന്നു. സോ നമ്മളിന്ന് അധികം നീട്ടുന്നില്ല, സമയം ഓവറായിട്ട് നമ്മൾ കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ BNB സ്മാർട്ട് എന്ന് പറഞ്ഞു. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, BNB സ്മാർട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് 100% AI സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈഡ് പ്ലാറ്റ്ഫോം ആണ്. ഇതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ ഓൾറെഡി ഇതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാരുണ്ട്, ഓൾറെഡി എൻട്രി വെച്ച ആൾക്കാരുണ്ട്. പ്ലസ് ഞാൻ അവർക്കല്ല, പുതുതായിട്ട് വന്ന, അതായത് ഫ്രഷേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു അറിവിലേക്ക്, കാര്യം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ വന്നിട്ടുണ്ടാവാം. എങ്കിലും ഞാൻ പറയാണ്, നമ്മൾ നോർമൽ രീതിയിലല്ല നമ്മൾ ഇതിന്റെ ആക്ടിവേഷൻ നടത്തുന്നത്. ഇതൊരു DApp മുഖാന്തരം ഉള്ള ഒരു പ്രോസസ്സാണ് നടത്തുന്നത്. നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളായ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, അതേപോലെ തന്നെ ടോക്കൺ പോക്കറ്റ്, സേഫ് വാലറ്റ്, ഇങ്ങനെയുള്ള വാലറ്റുകളിലാണ് നമ്മൾ ഇതിന്റെ ആക്ടിവേഷൻ പ്രോസസ്സ്, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എല്ലാം നടത്തുന്നത്. അപ്പൊ ഇത് 100% വെരിഫൈഡ് പ്രൊജക്റ്റ് ആണ്. നമ്മൾ ഒരിക്കലും എന്താ പറയാ, നമ്മളൊരു തേർഡ് പാർട്ടി ടോക്കണോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ മദർ കോയിനായ BNBയിൽ തന്നെയാണ്. എല്ലാവർക്കും അറിയാം BNB എന്താണെന്നുള്ളത്. ക്രിപ്റ്റോ കറൻസിയിൽ തന്നെ മദർ കോയിൻ ആണ് BNB. ബിറ്റ് കോയിന് ശേഷം എതേറിയം വന്നു, അതിനുശേഷം വന്നു BNB ആണ്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്, BNBയുടെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് 622.69 USDT ആണ്. സോ ഏകദേശം INR വെച്ച് നോക്കുമ്പോൾ ഏകദേശം 59,778 രൂപ 24 പൈസയാണ് ഇന്നത്തെ BNBയുടെ റേറ്റ്. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു വെച്ചാല്, നമ്മളിവിടെ കമ്പനി പറഞ്ഞിരിക്കുന്നത് പ്രകാരം 4138 BNB കളക്ട് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഓരോരുത്തരും വന്നു ചേർന്നിട്ടുള്ളത്. സോ ഞാനിവിടെ ഈ പ്ലാൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ എത്തിക്കുന്നു. ഒരുപാട് പ്രൊജക്ടുകൾ എല്ലാവരും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ശരി, എല്ലാം നല്ല പ്രൊജക്റ്റാണ്, എല്ലാവർക്കും വരുമാനം കിട്ടിയ ആൾക്കാർക്കും വലിയ ലീഡേഴ്സ് ഉണ്ടാകും. സോ നമ്മുടെ ഒരു കുട്ടി പ്രോഗ്രാമാണ്. കുറച്ചു നേരം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റിമൂവ് ആക്കിയിട്ട് കുറച്ച് കോൺസെൻട്രേഷൻ, ചെറിയൊരു ഞാനൊരു മിനിമം 20 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാവുന്ന ഒരു പ്ലാനുള്ളൂ. ഒന്ന് ജസ്റ്റ് എന്നെ ഒന്ന് ശരിക്കൊന്ന് ശ്രമിക്കുക. ഞാനിതിൽ പറയുന്ന കുറച്ച് പോയിന്റുകൾ മാത്രമാണ്, മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വരുന്നില്ല. പക്ക പോയിന്റുകൾ മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ 100% ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്റ്റ് ആണ്. ഇതിൽ ഞാൻ ഓർമ്മിക്കുന്നു 1-2 ക്രൈറ്റീരിയാസ് ആണ്. ഇവിടെ കണ്ടീഷൻസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കൾ. ആദ്യം എല്ലാവരും കണ്ടീഷൻസ് അവസാനവും, പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടീഷൻ പറയും. കാര്യം, നമ്മുടെ ഈ 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൽ നിങ്ങൾക്കൊരു വിഡ്രോൾ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ബട്ട് ബിക്കോസ് ഇതിൽ വിഡ്രോൾ സ്വിച്ചേ ഇല്ല, ഇത് ഓട്ടോമാറ്റിക് ആണ്. വിത്തിൻ എ മൈക്രോ സെക്കൻഡ്സിൽ നമുക്ക് നമ്മുടെ വാലറ്റുകളിൽ ക്രെഡിറ്റ് ആവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് തന്നേക്കണം. അധികം സമയമൊന്നുമില്ല. പണ്ട് പാടത്ത് പണി വരുമ്പത്തെ കൂലി എന്നായിരുന്നു. പക്ഷെ കാലം മാറി, കഥ മാറി എന്ന് പറയുന്ന പോലെ പാടത്ത് പണി പാടത്ത് തന്നെ നമ്മളിപ്പോ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോകുന്നത്. സോ ഞാൻ ബിസിനസ്സിലേക്ക് കിടക്കുന്നു. നെക്സ്റ്റ്
നമുക്കിവിടെ യാതൊരു രീതിയിലുള്ള സർവീസ് ചാർജോ മറ്റുള്ള കാര്യങ്ങളൊന്നും കമ്പനി നമ്മുടെ പ്രൊജക്ട് ഈടാക്കുന്നില്ല. 100% നമ്മൾക്ക് തന്നെയാണ്, ടീമിലേക്ക് തന്നെയാണ് കംപ്ലീറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. ഇവിടെ യാതൊരു അഡ്മിനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു പ്ലാറ്റ്ഫോം 100% 100% ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കമ്പനി ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾക്ക് ഇവിടെ തീരുമാനിക്കാം, നമുക്ക് ഇവിടെ നമുക്ക് നിശ്ചയിക്കാം നമ്മൾക്ക് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. നമ്മുടെ ലൈബിലിറ്റി എല്ലാം കണക്കിൽ വെച്ചുകൊണ്ട് നമ്മൾ വേണം ഇവിടെ ചെറിയൊരു മുതൽ മുടക്കില് നമുക്ക് 4138 BNB വരെ കമ്പനി ഇതിൽ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇതിൽ എത്ര BNB വേണം എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാം. ഓക്കെ, ഇവിടെ കമ്പനി പറയുന്ന പ്രകാരം സിമ്പിൾ, ഈസിയർ ആൻഡ് ആബ്സല്യൂട്ട്ലി റിസ്ക് ഫ്രീ. സത്യമാണ്, കാര്യം റിസ്ക് ഫ്രീ ആണ്. കാര്യം ഈ എല്ലാം ചോദിക്കുന്ന കാര്യമാണ്, കമ്പനി നിർത്തിപ്പോയാൽ എന്ത് ചെയ്യും? സിമ്പിളി ലോജിക്കാണ്. ഇത് സിമ്പിൾ ലോജിക്ക് ചിന്തിച്ചാൽ മതി. 100% വിഡ്രോൾ തന്നെ കമ്പനി 100%, അതായത് നമ്മുടെ പ്രൊജക്ടിനോ കമ്പനിക്കോ യാതൊരു സർവീസ് ചാർജോ കട്ടിംഗ് എമൗണ്ടോ ഒന്നും ഇല്ലാത്തൊരു കമ്പനി എന്തിനാണ് ഇവിടെ വിട്ടു പോകുന്നത്? അവർക്ക് വേണ്ടത് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾക്കൊരു പ്ലാറ്റ്ഫോം തന്നിരിക്കുകയാണ്, നമ്മുടെ BNB സ്മാർട്ട് എന്നുള്ളൊരു പ്രൊജക്ട്. ആ പ്ലാറ്റ്ഫോം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയുന്നത്, കമ്പനി പറയുന്നു 4138 BNB എവറി 2 months ഏൺ ചെയ്യാന്ന്. എവറി 2 months അതിന്റെ സ്ട്രക്ചർ പ്രകാരം 2 മെട്രിക്സിന്റെ ഒരു സ്പിൽ ഓവർ പ്ലാൻ ആണ്. ഇതിന്റെ ആ ഒരു സ്ട്രക്ചർ പ്രകാരം 2 മാസം കൊണ്ട് ഒരു അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള ലീഡർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 മാസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ ലെവൽ, അതിന്റെ മാത്തമാറ്റിക്സ് എന്നുള്ളൊരു പേജിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് ഞാനിവിടെ നിങ്ങളടുത്ത് പറയുന്നു, ഇവിടെ 4138 BNBക്ക് തന്നെ വരിക എങ്കിൽ കൂടി നമ്മളുടെ സ്ട്രക്ചർ, അത് പല രീതിയിലും പല ആൾക്കാർക്കും സ്ട്രക്ചർ പല ടൈപ്പിലായിരിക്കും പോകുന്നത്. സ്പില്ലോർ ആണെങ്കിൽ പോലും പല ലെഗിലും ചിലപ്പോൾ ഒരു ശരീരമൊക്കെ കാണാം. അപ്പോ എങ്കിലും നമുക്ക് ഇതിന്റെ ഒരു 10% കൂട്ടിയാൽ പോലും ഏകദേശം 413 BNB നമ്മൾക്ക് കിട്ടും. ഇൻറ്റു 622 USDT. ഒന്ന് കണക്ക് കൂട്ടിയ സുഹൃത്തെ, നമുക്ക് ഉറക്കം നിന്ന് പോകും. കാര്യം അമ്മാതിരി ബിസിനസ്സാണ്. നമ്മൾക്ക് എത്രത്തോളം സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അത്രത്തോളം സ്പീഡിൽ നമുക്ക് BNB ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സുവർണ അവസരം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് കടക്കുന്നു. ഓക്കെ, കമ്പനിയോട് പറഞ്ഞിട്ടുണ്ട് 4138 BNB. നമ്മൾ എന്തിനാണ് BNB സ്മാർട്ട് ചെയ്യുന്നത്? അതായത് പല നെറ്റ്വർക്കുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ടോപ്പിലുള്ള ആൾക്കാർ മാത്രമാണ് ഇൻകം എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഇൻകം. നമ്മൾ പണിയെടുക്കുക, അവർ ഇൻകം മേടിക്കുക എന്നുള്ള രീതിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏത് ടൈമിൽ ആള് വന്നാലും ആ വന്നാൾ ഇപ്പോ ഇന്ന് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കപ്പാസിറ്റി, അയാളുടെ കേപ്പബിലിറ്റി ആണ് നമ്മുടെ കമ്പനിയിൽ അയാൾ വന്നിട്ട് അയാളുടെ ബിസിനസ്, അയാളുടെ എന്താണോ ആ ഒരു നെറ്റ്വർക്ക് ലീഡറിന്റെ പവർ പുള്ളി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരെയും കാട്ടി മുകളിൽ പുള്ളിക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റാവുന്ന ഒരു സിമ്പിൾ, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഒരു സിമ്പിൾ പ്രൊജക്റ്റ് ആണ് സുഹൃത്തുക്കളെ നമ്മുടെ BNB സ്മാർട്ട്. അപ്പൊ ഇതില് യാതൊരു ടൈപ്പിലുള്ള ലീഡേഴ്സോ അങ്ങനെ താഴ്ത്തോ മുകളിലോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാവർക്കും ഏൺ ചെയ്യാം. ഇവിടെ നമ്മുടെ BNB സ്മാർട്ടിൽ വന്ന ഫാമിലി എല്ലാവരും ഒരൊറ്റൊരു ഫാമിലിയാണ്. ഒരു കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് ബിസിനസ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത്. നമ്മൾ ഏൺ ചെയ്യണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരിക്കലും വിട്ടുകളയാണ്ട് നമ്മളിത് ഏൺ ചെയ്യാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കമ്പനി എന്തുകൊണ്ടാണ് 100% വിഡ്രോൾ കൊടുക്കുന്നത്? കമ്പനിക്ക് എന്ത് ലാഭം? കമ്പനി ഇവിടെ ഒരു പേജ് ഇവിടെ വെച്ചിട്ടുണ്ട്, വാട്ട് ഈസ് GS കോയിൻ എന്ന് പറയുന്നത്. ഒരു വെർച്വൽ കോയിൻ, ഒരു ക്രിപ്റ്റോ കോയിൻ അവർ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഒരിക്കലും നമുക്ക് ഈ സ്റ്റേക്കിംഗ് പ്രോഗ്രാമോ ROI സ്റ്റൈലിലേക്കോ ഒന്നും തന്നെ അല്ല. ഇതുകൊണ്ട് ഇത് പക്ക ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു പ്രൊജക്ട് മേഖലയിലേക്ക് വരുന്ന ഒരു കോയിനാണ്. ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കമ്പനി അത് റിവീൽ ചെയ്യുന്നുള്ള ഉറപ്പുണ്ട്. അത് ലിസ്റ്റിംഗും കൂടി പ്രോസസ്സിംഗിലേക്ക് പോകുന്നുള്ള കാര്യത്തിലാണ് ഒരു വിശ്വാസമുള്ളത്. കാര്യം ഇത് ഇപ്പോഴും നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ കമ്പനി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ആവശ്യം കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ പറയുന്ന ഈ ഒരു പേജ് ബ്രില്യന്റ് മാർക്കറ്റൈസേഷൻ. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ബൈയിങ് ലെവൽസ്? നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0.04 BNB-യിലാണ്. ഏകദേശം 2500 2600 ആ ഒരു ലെവലിലുള്ള എമൗണ്ട് INR-ലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്നേക്കുന്നത് 25% ഡയറക്റ്റ് റെഫറൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്.
അത് 0.01 ആണ് ഡയറക്ട് റെഫറൽ. ഫസ്റ്റത്തെ ആ ഒരു ആക്ടിവേഷൻ മാത്രമാണ് നമുക്ക് 0.01 BNB റെഫറിലേക്ക് ഉള്ളത്. സോ ഞാൻ ബൈ ലെവൽസിലേക്ക് പോയാണ്. ബൈ ലെവൽസ് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഒന്നാമത്തെ ലെവലിൽ 0.01 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 0.03 ആണ്. നെക്സ്റ്റ് അപ്ഗ്രേഡ് 0.05 ആണ്. തേർഡ് അപ്ഗ്രേഡ് 0.1, ഫോർത്ത് 0.5, ഫിഫ്ത്ത് 1 BNB, സിക്സ്ത് 3 BNB, സെവൻത്ത് 7 BNB, എയ്ത്ത് 12 BNB, നയൻത്ത് 15 BNB, 10th ലെവലിൽ 25 BNB, 11th ലെവലിൽ 30 BNB, 12th ലെവലിൽ 39 BNB. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നത്തെ BNB യുടെ റേറ്റ് ഏകദേശം 622.69, 59,000, 60,000 രൂപ അപ്രോക്സിമേറ്റ് റേറ്റ് വരുന്ന ഈ ഒരു പ്രൊജക്റ്റില് ഒരു BNBക്ക് 39 BNB ആണ് നമുക്ക് എന്താക്കുക ലാസ്റ്റ് 12ാമത്തെ ലെവല് നമുക്ക് ചെയ്യാം. ആൾക്കാർക്ക് വളരെ ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഒരു BNBക്ക് 622, അപ്പൊ 39 BNBക്ക് എമൗണ്ട് മാറി. സോ ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ ഒരു അംശം പോലും ആയിട്ടില്ല ഈ 30 BNB എന്ന് പറയുന്ന ഈ ഒരു 12th ലെവൽ അപ്ഗ്രേഡേഷൻ. അത്തരം വളരെ വളരെ മൈന്യൂട്ട് ലെവലിലാണ് കമ്പനീന്റെ ഇതിന്റെ അപ്ഗ്രേഡ് സെക്ഷനും കൂടി വെച്ചേക്കുന്നത്. ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. ഓക്കെ, ഈ സെയിം പേജ് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് എന്നുള്ള പേജിൽ. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ സൂചിപ്പിക്കുന്നു. ഇതൊരു 2 മെട്രിക്സിൽ പോകുന്ന സ്പിൽ ഓവർ പ്ലാൻ ആണ്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഉറപ്പായിട്ട് പറയാം. 2 തരം കാര്യം പറയുമ്പോൾ എല്ലാം പറയണം. 2 തരം സ്പിൽ ഓവർ ആണ് നമുക്ക് വരുന്നത്. അതിൽ ഒന്ന് നമുക്ക് ഗ്ലോബൽ സ്പിൽ ഓവർ ആണ്. നമ്മൾ ഗ്ലോബൽ സ്പിൽ ഓവറിൽ ഒരിക്കലും നമ്മൾ അത് ഇപ്പൊ പ്രതീക്ഷിക്കരുത്. അത് വരേണ്ട സമയത്ത് വരേണ്ട ടൈമിൽ നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. കാര്യം ഇത് ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് ടു റൈറ്റിൽ ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് ആണ്. നമ്മൾ വിചാരിക്കുക നമുക്ക് ലെഫ്റ്റിൽ പോയി പ്ലേസ്മെന്റ് ആകണം, നടക്കില്ല. ഇത് സിസ്റ്റം തന്നെ കവർ ചെയ്യുകയാണ്. ഓരോ പ്ലേസ്മെന്റും സിസ്റ്റം ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഗ്ലോബൽ സെക്ഷൻ നമ്മൾ ടോപ്പിൽ 001 ID മുതൽ അവരുടെ എല്ലാ വേക്കൻറ്റും കവർ ചെയ്ത് വന്നതിന് ശേഷമാണ് നമുക്ക് വരുള്ളൂ. ഇവിടെ അതിനേക്കാളും പ്ലസ് പോയിന്റ് ആണ് നമ്മുടെ ടീം സ്പിൽ ഓവർ. ടീം സ്പിൽ ഓവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളെ റെഫർ ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഹെൽപ്പ് കൊടുക്കേണ്ട തീർച്ചയായിട്ടും ആ പുള്ളിയുടെ റെഫർ ചെയ്ത ലീഡർ ആരാണോ അപ്ലൈ, ആ പുള്ളി തന്നെയാണ്, ആ ലീഡർ തന്നെയാണ് ആ പുള്ളിക്ക് 100% ഹെൽപ്പ് കൊടുക്കേണ്ടത്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു കമ്പനി നിങ്ങളുടെ വലിയ റെഫറൽസും ഒന്നും എടുക്കാൻ പറയുന്നില്ല. ഒരു 2ന്റെ മെട്രിക്സ് 2 പേര്, നിങ്ങൾ എല്ലാവരും വലിയ വലിയ ലീഡേഴ്സ് ആണ്. എല്ലാവർക്കും റെഫറൽ എല്ലാം അത്യാവശ്യം വരുമായിരിക്കും. പക്ഷെ നമ്മുടെ താഴ്ത്തട്ടിൽ വന്ന കുറച്ച് പാവപ്പെട്ട കുറെ ആൾക്കാരുണ്ടാവും. അവർക്ക് റെഫറൽസ് ഒക്കെ ചിലപ്പോൾ ഒന്നോ അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയാ, നമുക്ക് 2 റെഫറൽ നമ്മൾ വെക്കുക. ഈ റെഫറൽ എന്ന് പറയുന്നത് ഒരു 0.01 അല്ലേ നമ്മുടെ റെഫറൽ കമ്മീഷൻ. ആ കമ്മീഷൻ തൽക്കാലത്തേക്ക് 2 പേരുടെ മാത്രം നമ്മൾ മേടിക്കുക. നമ്മൾ മേടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മള് വന്ന റെഫറൻസ് നമ്മുടെ വീക്കിലേക്ക് ആരാണോ വീക്ക് ആയിട്ടുള്ളത് ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മളൊരു റെഫറൻഡ് നമ്മൾ അവിടെ അവർ പ്ലേസ്മെന്റ് കൊടുക്കുക. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന സന്തോഷം അത് തന്നെയല്ലേ നമുക്ക് നെറ്റ്വർക്കിന് ആവശ്യം. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഹെൽപ്പിംഗ് ബിസിനസ് ആയിട്ട് ഇത് മുമ്പോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഈ മാത്തമാറ്റേഴ്സിൽ ഞാൻ ഈ ബിസിനസ്സിൽ വരാൻ കാരണമായ ഒരൊറ്റ ഒരു ചാർട്ടാണ് ഈ കാണുന്ന മാത്തമാറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. അതില് ഇവിടെ ലെവൽ ഉണ്ട്, പ്രൈസ് ഉണ്ട്, പാർട്ട്നേഴ്സ് ഉണ്ട്, ടോട്ടൽ BNB ഉണ്ട്, പ്രോഫിറ്റ്സ് ഉണ്ട്. ഇതിലൊന്നിലും നിങ്ങൾ ശ്രദ്ധ വെക്കേണ്ട. നിങ്ങൾ ഡയറക്റ്റ് പോകേണ്ടത് പാർട്ട്നേഴ്സിന് മാത്രമാണ്. നിങ്ങൾ പാർട്ട്നേഴ്സിൽ ആദ്യം ഒന്ന് കേന്ദ്രീകരിച്ച് നോക്കൂ. നമ്മൾ 2ന്റെ മെട്രിക്സ് പറഞ്ഞു. സ്പിൽ ഓവർ ആണ്, ഓട്ടോ സ്പിൽ ഓവർ ആണ്, ഒരു ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോം ആണ്. എങ്കിൽ കൂടി 2ന്റെ സ്പിൽ ഓവർ വരുമ്പോൾ 2, 4, 8, 16, 32, 64 കഴിഞ്ഞാൽ 128, 256, 512 അല്ലേ? ഓക്കെ, ഇവിടെ നേരെ ഒരു ചേഞ്ച്, ഒരു ട്വിസ്റ്റ്, കമ്പനിയുടെ ട്വിസ്റ്റ് ആണ്. കമ്പനി വലിയൊരു എന്താ പറയാ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ കമ്പനിയോട് വെച്ചിട്ടുണ്ട്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 7ാമത്തെ ലെവലിൽ നമുക്ക് വരുന്നത് പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കുക 2 വ്യക്തികളാണ് സുഹൃത്തുക്കളെ. ഇതാരാണ് ഈ 2 വ്യക്തികൾ? ഇതാണ് അടുത്ത ചോദ്യം. അതായത് 2, 4, 8, 16, 32, 64 പിന്നെ വന്നത് 7ാമത്തെ ലെവലിൽ 2 വ്യക്തികൾ. ഈ 2 വ്യക്തികൾ വേറെ ആരുമല്ല, നമ്മുടെ കൂടെ ആദ്യമേ ഫസ്റ്റ് ലെവലിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ആ 2 മഹത് വ്യക്തികളാണ് നമ്മളെ ഫോളോ ചെയ്ത് 7ാമത്തെ ലെവലിലും വന്ന് ഫോളോ ചെയ്ത് നമ്മുടെ 7th ലെവലിലും വന്ന് പ്ലേസ്മെന്റ് ആവുന്നത്. സെയിം തന്നെ 2ാമത്തെ ലെവലിലുള്ള 4 പേരാണ് ഈ 8th ലെവലിലും വന്ന് പ്ലേസ്മെന്റ് ആവുന്നത്. അതേപോലെ തന്നെ 8ാമത്തെ ലെവലും 9ാമത്തെ ലെവലും 10ാമത്തെ ലെവലും 11, 12, 64 പേര് നമ്മുടെ സെയിം ടീം തന്നെയാണ്. നമ്മളിവിടെ ഒന്ന് കണക്കൂട്ടിയാൽ തന്നെ അറിയാൻ പറ്റും. ഏകദേശം 126 പേര് അല്ലെങ്കിൽ 128 പേരുടെ ടീമാണ് നമ്മള്
ഈ 4138 BNBക്ക് വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ടത് ആകപ്പാടെ 126 128 മെമ്പേഴ്സിനെ മാത്രം. നിങ്ങൾ ഇത് വെച്ചിട്ട് പലവരുടെയും ബൈനറി ട്രീ അവർ കാണിക്കണ്ടാവും. ചിലപ്പോൾ ഒരു സൈഡിൽ 200 ഉണ്ടാവാമോ, ചിലപ്പോൾ ഒരു സൈഡിൽ 150 ഉണ്ടാവും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളിവിടെ കണക്കൂട്ടുന്ന ഫസ്റ്റ് വന്ന 126 28 പേര് ശ്രദ്ധിക്കുക. നമ്മൾ വർക്കൗട്ട്, അതായത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഇത് പ്ലാൻ ആക്കി നമ്മൾ സ്ട്രക്ചർ ആക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരേണ്ടത്. ഒരാളുടെ ലെഗ് പോലും ഇവിടെ വേസ്റ്റ് പോകരുത്. അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുക, വേറെ ഒന്നുമല്ല. 4138 BNB 100% വാങ്ങിക്കണമെങ്കിൽ ആ എല്ലാവരുടെയും കോണ്ടാക്ട്സ് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുക. ഇല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു എന്താ പറയാ, ചിലപ്പോൾ 20% 40% പോയി കഴിഞ്ഞാൽ ബാക്കി 60% എന്തായാലും നിങ്ങളുടെ കയ്യിലേക്ക് ഉണ്ട്, അത് ഷുവറാ. പക്ഷേ നമ്മളിവിടെ എയിം ചെയ്ത് വെച്ചേക്കുന്നത് 4138 BNB കമ്പനി പറഞ്ഞ പ്രകാരം തീർച്ചയായിട്ടും മേടിക്കാൻ തന്നെ വേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ആ പ്ലാനിലേക്ക് വരികയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ഈ പാർട്ട്നേഴ്സിന്റെ ലെവല് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 2, 4, 8, 16, 32, 64 126 28 മെമ്പേഴ്സ് മാത്രം മതി നമ്മുടെ ഈ ടീം ബിൽഡ് ചെയ്യാൻ. ആ വന്ന ട്രീ, രണ്ടിന്റെ ഈ 64 വരെയുള്ള ട്രീ, 6 ലെവലുള്ള ട്രീ നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ചില്ലും കൂട്ടിലിട്ട് വെക്കണ പോലെയാണ് നമുക്ക് ഈ 126 പേരിന് 126 മെമ്പേഴ്സ് നമുക്ക് വേണ്ട. നമ്മുടെ കുടുംബം, നമ്മുടെ സഹോദരി സഹോദരന്മാരെന്നുള്ള പറഞ്ഞ പോലെ നമ്മളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വേണം. ഒരാൾക്ക് 2 ലെവൽ ഇത് കൊടുത്താലും കുഴപ്പമില്ല, നമ്മുടെ ട്രീ അവിടെ ഫില്ലപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാലേ അതിന്റെ ട്രീയുടെ രസവും ഈ പറഞ്ഞ 4138 BNB നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമ്മുടെ മൈൻഡിലിരിക്കുക. ഇനി ഞാൻ പ്ലാനിലേക്ക് കിടക്കുന്നു. സിമ്പിൾ പ്ലാൻ ആണ്. ആകപ്പാടെ റെഫറൽ ഇൻകം, പിന്നെ അതായത് ബാക്കിയുള്ളത് ലെവൽ ടീം ഇൻകം ആണ് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ ലെവലില് നിങ്ങൾ മിനിമം 2 പേരെ റെഫറൽ ചെയ്യണം. അതായത് നിങ്ങൾ ഏതെങ്കിലും ലീഡേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് മോളിൽ നിന്നുള്ള ബിസിനസ് കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടില്ല സുഹൃത്തുക്കൾ, നിങ്ങൾ കിട്ടും, പക്ഷെ നിങ്ങൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യരുത്. നിങ്ങൾ ഇതിൽ 2 പേരെ മിനിമം നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള 100 കണക്കിന് ആൾക്കാരിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ 2 വ്യക്തികളെ മാത്രം നിങ്ങൾ ഈ ബിസിനസ് ഒന്ന് പരിചയപ്പെടുത്തും. അവരെ വെച്ച് നിങ്ങൾ ഡെവലപ്പ് ചെയ്യൂ. അവിടുത്തെ പോലെ നിങ്ങളുടെ കോൺടാക്റ്റിൽ ഈ 2 പേരെ വെച്ച് ഒന്ന് ഡെവലപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും വളരെ സിൻസിയർ ആയിട്ട് പറയുന്നു, ഒരു 2 മാസം വേണ്ട, ഒരു മാസം 1.5 മാസം കൂടെ തീർച്ചയായിട്ടും ഈ ട്രീ ഡെവലപ്പ് ആയിരിക്കും. ഡെഫിനറ്റ്ലി നമ്മളൊരു കൂട്ടായ്മയുടെ ബിസിനസ് ആണ്, അതനുസരിച്ച് വേണം നമ്മളിത് മൂവ് ചെയ്യാൻ. ഞാൻ ബിസിനസ്സൊക്കെ കിടക്കുന്നു, നിങ്ങൾ 2 റെഫറൽ എടുക്കുന്നു. സ്റ്റാർട്ടിങ് നിങ്ങൾ ഒരു റെഫറൽ എടുക്കുന്നു. ഒരു റെഫറൽ എടുക്കുമ്പോഴത്തേക്കും 0.03 അത് ഓട്ടോമാറ്റിക്കലി 100% നിങ്ങളുടെ വാലറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, 2 പേര് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് ആണ്. റൈറ്റിലേക്ക് ഒരു പ്ലേസ്മെന്റ് കൂടി വന്നു കഴിഞ്ഞാൽ 0.3 അഗെയിൻ നിങ്ങളുടെ വാലറ്റിലേക്ക് വന്നു. അപ്പൊ നമുക്ക് 0.06 BNB ആണ് നമുക്ക് കിട്ടുന്നത്. അതില് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെവല് നമ്മൾ കഴിഞ്ഞു, നമ്മുടെ ഫസ്റ്റ് ലെവലിലെ കൃത്യവിയം നമ്മളിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 2ാമത്തെ ലെവലിലുള്ള ഇൻകം ആണ് വേണ്ടത്. ഇതൊരു 12 സ്ലോട്ടാണ്, സ്ലോട്ടായിട്ട് തന്നെ പറയാം, 12 സ്ലോട്ട്. അപ്പൊ 1ാമത്തെ സ്ലോട്ട് നമ്മുടെ ഫില്ല് ചെയ്തു. ബാക്കി അപ്പൊ നമ്മളൊരു 0.05 BNB നമ്മളൊന്ന് ടോപ്പ് അപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് ബാലൻസ് വരുന്നത് 0.01 ആണ്. അത് നിശ്ചിതമായ ഒരു 600 രൂപയാണ് നമ്മുടെ ബാലൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കുന്നു. ഇപ്പൊ നിങ്ങൾ 0.05 അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ, അതായത് നിങ്ങൾ കൊണ്ടുവന്ന 2 പേരുടെ താഴെ ഈ 2 പേര് വരുമ്പോൾ ആ 4 പേര് 2ാമത്തെ അപ്ഗ്രേഡ് 0.05. ശ്രദ്ധിക്കുക, 2ാമത്തെ അപ്ഗ്രേഡില് സെക്കൻഡ് ലെവലില് സെക്കൻഡ് അപ്ഗ്രേഡ് 0.05 വെച്ച് അവർ ചെയ്യുമ്പോൾ ഇതിന്റെ 4 പേരുടെയും 0.05 വെച്ചിട്ട് 0.2 BNB ഏകദേശം നമുക്ക് ഈ പറയുന്ന പോലെ 12,000 രൂപ മുതലുള്ള ആ ഒരു ഇൻകം 100% സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തന്നെ വരണം. 100% നിങ്ങൾക്ക് തന്നെയാ. ഇവിടെ ഒരു കട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഫീ മാത്രമാണ്. 2 കോൺട്രാക്ടുകളോടെ കട്ട് ചെയ്യും. ആ 2 കോൺട്രാക്ടുകളുടെ കട്ടിംഗ് ഫീ മാത്രമാണ്, കോൺട്രാക്ട് ഫീ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. കമ്പനിയല്ല, അത് BEP20 ബ്ലോക്ക് ചെയിൻ ആണ് കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ കമ്പനി ഓൾറെഡി ഡിപ്ലോയ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മളായിട്ട് യാതൊരു ബന്ധം ഇതിലില്ല. ഇത് ജസ്റ്റ് ബിസിനസ് അങ്ങനെ റൺ ചെയ്ത് പോകുന്നുള്ളതാണ്. നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ 0.2 BNB കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തുകൊണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നു പറയുന്നത് വെച്ചാൽ, എന്തായാലും നിങ്ങളുടെ താഴെ വന്ന 2 പേര് ഈ 2 പേരെ കൊണ്ടുവരിക, അവർ ബിസിനസ്സിലേക്ക് വന്നേക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഒരു പക്ഷേ 0.06 എടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ചെലവ് ചെയ്തു. ബട്ട് ഈ വന്ന 4 പേരും നിങ്ങൾ അറിയാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ചെയ്തു.
0.05 എന്ന് പറയുന്ന ഒരു ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ ആ ഒരു ഇൻകം നിങ്ങൾക്ക് മിസ് ഇൻകം ആയിട്ട് തന്നെ മാറും. നിങ്ങൾക്ക് അത് ഒരിക്കലും കിട്ടത്തില്ല. അത് ഓൾറെഡി നിങ്ങളുടെ മുകളിൽ ആരാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടെ താഴെയാണോ പ്ലേസ്മെന്റ് വന്നേക്കുന്നത് ആ ലീഡർ ആ ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലീഡറിന് വന്നു ചേരും ഈ 4 പേരുടെ ഇൻകം. നമ്മൾ എന്തിനും നമ്മൾ ആ ഇൻകം മിസ് ചെയ്യുന്നു. നമ്മളൊരു നിസ്സാരം ഒരു 0.05 വൺ ടൈം അപ്ഗ്രേഡ് ചെയ്തതിൽ അതിന്റെ 3 ടൈംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ 3 ടൈംസ് 1 ടൈം പ്ലസ് 4 ടൈംസ് നമുക്ക് കിട്ടും. അതായത് 12,000 രൂപ കിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇത് മിസ്സിംഗമായി കളയരുത്. നമ്മുടെ ബിസിനസിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് അപ്ഗ്രേഡ് ആണ്. സ്ലോട്ട് എടുക്കുക എന്നുള്ളതാണ്. സ്ലോട്ട് എടുത്ത് പോകുമ്പോഴാണ് നമ്മുടെ ബാലൻസ് BNB കൂടി നമ്മളൊന്ന് കണ്ണു നോക്കുക. നിങ്ങൾ 0.05 അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് 0.02 കിട്ടി. 0.2 കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു 0.1 തേർഡ് ലെവൽ അപ്ഗ്രേഡ് അതായത് ക്വാളിഫൈഡ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങളുടെ ബാലൻസ് 0.11 ഏകദേശം 6,600 രൂപയോളം നിങ്ങൾക്ക് സെക്കൻഡ് ലെവലിൽ നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ തേർഡ് ലെവലിലേക്ക് പോകുന്നു. തേർഡ് ലെവലിൽ നിങ്ങൾ 0.1 നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മൂന്നാമത്തെ ലെവലിലും 8 പേരാണ് സുഹൃത്തുക്കളെ. 8 പാർട്ട്നേഴ്സ്, 8 ഗ്ലാഡിയേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഒരു അപ്ഗ്രേഡ് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇവര് മൂന്നാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ 8 പേരുടെ കയ്യിൽ നിന്നും 0.1 BNB വെച്ചിട്ട് 0.8 BNB ഏകദേശം സുഹൃത്തുക്കളെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24,000 സംതിങ് നമ്മുടെ കയ്യിലേക്ക് തീർച്ചയായിട്ടും ഇത് നമുക്ക് വന്നിട്ടുണ്ടാവും. 24 അല്ല, ഏകദേശം ഒരു 48,50,000 നമ്മുടെ കയ്യിലേക്ക് തീർച്ചയായിട്ടും ഇത് വന്നിട്ടുണ്ടാവാം. ഓക്കെ, 0.8 ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 0.5 BNB നമ്മൾ നാലാമത്തെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വന്നിരിക്കുന്നത് 0.41 BNB ആണ്. ഏകദേശം 24,481 രൂപയോളം നമ്മുടെ അപ്രോക്സിമേറ്റ് ഒരു 24,000-25,000 രൂപയുടെ ഏകദേശം നമുക്ക് മൂന്നാമത്തെ ലെവലിൽ നമുക്ക് ബാലൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെവല് നാലാമത്തെ ലെവലിൽ വന്ന 16 പേരുടെ അപ്ഗ്രേഡേഷൻ $0.5 BNB ഏകദേശം $0.5 BNB ആണ് കേട്ടോ. $300 വെച്ച് നമുക്ക് കിട്ടേണ്ടത് 16 പേരുടെ കയ്യിൽ നിന്നാണ്. 16 പേരുടെ കയ്യിൽ നിന്ന് $300 വെച്ച് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ 8 BNB സുരക്ഷിതം. സുഹൃത്തുക്കളെ, ഇവിടെ BNB കമ്പനി പറഞ്ഞു 4,138 BNB. ഇവിടെ നാലാമത്തെ ലെവൽ ആയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ 8 BNB വന്നു. 8 BNB എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ, ഒരു 5 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. നാലാമത്തെ ലെവല് നമ്മുടെ ടീം വർക്കിന്റെ പ്രമമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കി എത്ര പേര് വന്നു. 2, 4, 8, 16. ഈ 16 താഴെ 2, 4, 8 എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ 8 BNB ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആലോചിക്കുക 8 BNB. 8 BNB നിങ്ങൾ ഒരേ ഒരു BNB, വെറും ഒരു BNB നിങ്ങൾ 5ാമത്തെ ലെവലിൽ ടോപ്പ് ചെയ്ത് വെക്കുക. അഡ്വാൻസ് ടോപ്പ്. നമ്മൾ കമ്പനി പറയുന്നു നിങ്ങൾ വന്ന എമൗണ്ടിൽ നിന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, കയ്യിൽ നിന്നൊന്നും ചെയ്യേണ്ട. വന്ന എമൗണ്ടിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോയിട്ട് നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകുക. കാര്യം ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആൾക്കാർ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം മിസ്സാകും. നമ്മൾ മനസ്സിലാക്കുക, അതായത് 1 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 5ാമത്തെ ലെവലിലുള്ള അപ്ഗ്രേഡേഷൻ, 5ാമത്തെ ലെവലിൽ 5ാമത്തെ അപ്ഗ്രേഡ് നടക്കുമ്പോൾ 32 പേര്, കുറച്ചല്ല സുഹൃത്തുക്കളെ, 32 പേരാണ് ഒരു BNB വെച്ച് നമുക്ക് തരാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ക്യൂ ആണ്. കാര്യം അവർക്ക് 6th ലെവലിലേക്ക് കടക്കണം. 32 പേര് ഒരു BNB വെച്ച് തരാൻ റെഡിയാണ്. ഈ 5ാമത്തെ ലെവലിൽ 32 BNB സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കുക. 32 BNB ഏകദേശം എല്ലാം നമ്മള് ആ 32 BNB ഒരു 3 BNB 6ാമത്തെ ലെവലിൽ ടോപ്പ് ചെയ്താലും നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് വന്നിട്ട് 36.41 BNB ഉണ്ട് സുഹൃത്തുക്കളെ. 5ാമത്തെ ലെവലിൽ ഏകദേശം 20 ലക്ഷത്തി സംതിങ് റുപ്പീസ് അപ്പൊ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഈസി ആയിട്ട് വന്നു സുഹൃത്തുക്കൾ. മനസ്സിലാവുണ്ടോ? അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് 30-39 BNB 12ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുന്ന ഇൻകത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം, ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുവരെ മൈന്യൂട്ട് ആകൃതിയിലാണ് നമ്മുടെ പ്രൊജക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചേക്കണ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് നമ്മൾ 6ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്തു 3 BNB വെച്ചിട്ട്. നമ്മുടെ അവസാനം എന്ന് പറയുന്ന ആ ഒരു ലെവലാണ് 6th ലെവൽ. ശ്രദ്ധിച്ച് കേട്ടു, 6th ലെവലില് 3 BNB വെച്ചിട്ട് നമുക്ക് തരാൻ വേണ്ടി 64 മെമ്പേഴ്സ് ആണ്. നിങ്ങളുടെ ട്രീ
കറക്റ്റ് രീതിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കറക്റ്റ് ഫോളോ അപ്പും കറക്റ്റ് മീറ്റിംഗ് സെക്ഷനും കറക്റ്റ് ഫിസിക്കൽ മീറ്റിങ്ങും എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്ത് അവരെ നമ്മളിൽ ഒന്നായി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരും ഇത് അപ്ഗ്രേഡ് ചെയ്യും. 64 പേരും 3 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നുണ്ടോ ടോട്ടൽ BNB 192 BNB ആണ്. 192 BNB എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1 കോടിക്ക് മേലെ വന്നു സുഹൃത്തുക്കളെ. 1,28,30,000 നമുക്ക് സംഭവം ബാലൻസ് വന്നു. ഇത് 192 221 ബാലൻസ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ 192 BNB എന്ന് പറയുമ്പോഴത്തേക്കും 64 പേര് ഇന്ന് കിട്ടുകയാണ്. ഇവിടം വെച്ച് നമ്മുടെ ക്ലോസ് ആയി. നമ്മുടെ ടീം അവിടെ സ്ട്രക്ചർ കഴിഞ്ഞു. സ്ട്രക്ചർ കഴിയുമ്പോൾ ഫ്രഷേഴ്സിന്റെ സ്ട്രക്ചറാണ് കഴിഞ്ഞേക്കുന്ന സുഹൃത്തുക്കൾ. നെക്സ്റ്റ് വന്നേക്കുന്ന 7ാമത്തെ നമ്മൾ ഈ 192 BNB കിട്ടുമ്പോൾ ഇതിൽ നിന്ന് വെറും 7 BNB ഒരു 7 BNB നമ്മൾ ടോപ്പ് അപ്പ് വെറുതെ കൊടുത്തു വെച്ചേക്കും. ഈ ഒരു ലെവലിൽ നമുക്ക് നോക്കാം. ഈ ഒരു ലെവലിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. 7 BNB കൊടുക്കുമ്പോൾ നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളുടെ ആദ്യത്തെ ലെവലിലുള്ള 2 വ്യക്തികൾ 7 BNB വെച്ചിട്ട് അവർ വരുമ്പോൾ നിങ്ങൾ കിട്ടുന്ന 14 BNB ആണ്. ഓക്കെ ആണോ? 14 BNB. പക്ഷേങ്കിൽ നിങ്ങൾ 8ാമത്തെ ലെവലിൽ 14 BNB എന്ന് നിങ്ങൾ 12 BNB കൊടുക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കും 14 BNB കിട്ടി, നമ്മൾ അതിൽ നിന്ന് 12 BNB കൊടുക്കുമ്പോൾ ബാക്കി 2 BNB അല്ല നമുക്കുള്ളത്. നമ്മൾ ഒന്ന് കണ്ണ് ഇപ്പുറത്തേക്കൊന്ന് തെന്നിച്ചു നോക്കുള്ളൂ. 14 BNB നമുക്ക് കിട്ടുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 223.41 BNB ആണ് ഫ്രണ്ട്സ് നമ്മുടെ വാലറ്റിൽ ബാലൻസ് കിടക്കുന്ന BNB. ഇതിൽ നിന്നൊരു 12 BNB ബിസിനസിന്റെ മേളോട് നമ്മുടെയൊക്കെ ബിസിനസിന്റെ ഒന്ന് ജസ്റ്റ് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി ഒരു 12 BNB നമുക്ക് കൊടുത്തൂടെ? 223 ഇല്ലേ? അതിൽ 12 BNB പോയാലും ഏകദേശം 101-102 BNB നമ്മൾ 110ഓളം BNB നമ്മുടെ ഇല്ലേ? ഓക്കെ, അപ്പൊ 12 BNB കൊടുക്കുമ്പോൾ ഈ 2ാമത്തെ ലെവലിലെ ആൾക്കാർ 8ാമത്തെ ലെവലിലേക്ക് വന്ന് റീപ്ലേസ്മെന്റ് ആവും. ഓക്കെ, റീസൈക്ലിംഗ് വരുമ്പോ നമ്മൾക്ക് കിട്ടുന്ന ഈ 4 പേരുടെ 12 BNB 48 BNB. അതിന്റെ സൈക്ലിംഗ് മാറി അതിന്റെ ഗതി മാറുകയാണ് ഇപ്പോ. ഇനി 9ാമത്തെ ലെവലില് ഈ 48 BNB കിട്ടുമ്പോൾ നമ്മുടെ ബാലൻസ് ബാക്കിയുള്ളത് 256 ആണ്. അതായത് 15 എമൗണ്ട് കട്ട് ചെയ്തിട്ട് 48 നിന്ന് 15 പോയാലും നമുക്ക് 256.41 BNB ഓൾറെഡി ലൈവ് നമ്മുടെ അക്കൗണ്ടിലുണ്ട്. 15 BNB കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ 8 പേര്, അതായത് 3ാമത്തെ ലെവലിലുള്ള ആൾക്കാർ തന്നെയാണ് 9ാമത്തെ ലെവലിൽ 8 പേര് നമ്മളെ വെയിറ്റ് ചെയ്യണം. ഈ 15 USD വെച്ചിട്ട് 8 പേരുടെ 120 BNB ആണ് 8ാമത്തെ ലെവലിൽ സുഹൃത്തുക്കൾ നമുക്ക് കിട്ടുന്നത്. അവിടെ നമ്മൾ 25 BNB കൊടുത്താൽ പോലും നമ്മുടെ വാലറ്റ് ബാലൻസ് വന്നിട്ട് 351.41 BNB. കളി മാറി. ഇവിടുന്ന് നമ്മുടെ ശിഖരം വളർന്നു, നമ്മുടെ കളി മാറി, നമ്മുടെ ചേഞ്ച് ആയി. നമ്മുടെ സ്റ്റാർട്ടിങ് ഉള്ള ആ ഒരു എഫേർട്ട് ഇല്ല. താഴത്തേക്കുള്ള 7 മുതൽ 12 വരെ ലെവലിൽ ഇത് വളരെ സ്പീഡായിട്ട് പോകും. അവിടെ വരെയാണ് നമുക്ക് വർക്ക് ഉള്ളത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ 25 അപ്ഗ്രേഡ് ചെയ്തു. 10ാമത്തെ ലെവലിൽ 16 പാർട്ട്നേഴ്സ് നമ്മളെ ഈ പറഞ്ഞ 4ാമത്തെ ലെവലിലെ 16 പാർട്ട്നേഴ്സ് തന്നെയാണ് 10ാമത്തെ ലെവലിൽ വന്നത്. 25 വെച്ചിട്ട് 16 കണക്ക് കൂട്ടുമ്പോൾ 400 BNB, കുറച്ചൊന്നുമല്ല, 400 BNB ആണ് നമ്മുടെ 10ാമത്തെ ലെവലിലെ നമ്മുടെ വരുമാനം. അതിൽ നിന്ന് 30 BNB ആണ് പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, 400 BNB നമുക്ക് കിട്ടുമ്പോൾ തുച്ഛമായ ഒരു 30 BNB ആണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, അടുത്ത സ്ലോട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ബാലൻസ് 721 BNB ആയി. ഓക്കെ, 721 BNB ആയി. നെക്സ്റ്റ് 11ാമത്തെ ലെവലിൽ നമ്മൾ 30 BNB അപ്ഗ്രേഡ് ചെയ്തു. നമ്മുടെ ഈ 5ാമത്തെ ലെവലിൽ 32 പേര്, അതേ സെയിം റീസൈക്ലിംഗ് 32 പേര് തന്നെയാണ്. നമുക്ക് 30 USDT വെച്ചിട്ട് 32 പേരുടെ കയ്യിൽ നിന്ന് 960 BNB, 960 BNB. ജസ്റ്റ് ഇമാജിൻ, ഒരു സൈക്ലിംഗ്, ഒരു നെറ്റ്വർക്കർ വളരെ സിൻസിയർ ആയിട്ട് വന്ന് നെറ്റ്വർക്ക് ഇവിടെ BNB 4138 BNB കമ്പനി പറഞ്ഞ പ്രകാരം അച്ചീവ് ചെയ്യും എന്ന് ഉറപ്പിച്ചിറങ്ങിയ ഒരു നെറ്റ്വർക്കറിന്, ഒരു ലീഡറിന് 128 പേരുടെ ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം, അവരുടെ ലൈഫിൽ കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സത്യം. 30 പേരുടെ കയ്യിൽ നിന്ന് 32 പേരിൽ നിന്ന് 30 BNB വെച്ചിട്ട് 960 BNB. അതിൽ നിന്ന് 39 BNB ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ലാസ്റ്റ് 12ാമത്തെ ലെവലിൽ 39 BNB ആണ് അപ്ഗ്രേഡേഷൻ. ആ അപ്ഗ്രേഡേഷൻ നമുക്ക് കിട്ടുന്നത് 960 BNB നിന്നാണ്.
ടോട്ടൽ നമ്മുടെ കയ്യിൽ ബാലൻസ് ആ 39 BNB മാറിയാലും നമ്മുടെ ടോട്ടൽ ബാലൻസ് വന്നത് വാലറ്റ് ബാലൻസ് വന്നത് 1642.41 BNB ആണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഇനി 39ാമത്തെ ഫൈനൽ 12ാമത്തെ ലെവല്. ഈ 6ാമത്തെ ലെവലിൽ വന്നേക്കണ 64 മെമ്പേഴ്സ് തന്നെയാണ് ഈ 12ാമത്തെ ലെവല് നമ്മൾക്ക് വന്ന് ഫോളോ ചെയ്ത് വരുന്നത്. 64 പേര് 39 BNB നമുക്ക് തരുമ്പോൾ 2496 BNB ആണ് 12ാമത്തെ ലെവലില് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ ബാലൻസ് നിങ്ങൾ യെല്ലോയിലേക്ക് ശ്രദ്ധിക്കുക, 4138.41 BNB. അതായത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അപ്ഗ്രഡേഷൻ എമൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് വന്നേക്കുന്നത് 4138 BNB, ഏകദേശം 22-23 കോടി രൂപയോളം മേലെ. അത് ഒരു പ്രാവശ്യമല്ല, ഇത് മൾട്ടിപ്പിൾ. നിങ്ങൾ വൺസ് ഈ 6 ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 ലെവൽ കഴിഞ്ഞാൽ നേരെ തിരിച്ച് 0.03 നിങ്ങൾ വീണ്ടും ഒരു റീ എൻട്രി പോരും, തിരിച്ച് റീസൈക്കിൾ ഒരു റീ എൻട്രി. ഇതേ സെയിം 2, 4, 8, 16, 32, 64, 2, 4, 8, 11, 33, 64 ഇവര് തന്നെ റെഗുലർ ആയിട്ട് നമ്മൾക്ക് ബിസിനസ് ആണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത്, നമ്മൾ കൊണ്ടുവരുന്ന തീർച്ചയായിട്ടും നമ്മൾ സ്പില്ലോർ ഒരിക്കലും കാര്യം ഈ ബിസിനസ്സിൽ സ്പില്ലോർ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് വന്നത് വരട്ടെ. ഇതാരാന്ന് പോലും നമ്മുടെ കോൺടാക്ട് ഇല്ലാത്ത ആൾക്കാരാ. നമ്മൾക്ക് ഈ ട്രീ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മൈൻഡ് ഉണ്ടാക്കി വെക്കുക, ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള, ഞാൻ വീണ്ടും മറുപടിയും ഞാൻ പറയുന്നു, നമ്മളുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർ, നമ്മുടെ ഫോണിൽ കോൺടാക്ട്, നമ്മുടെ ലെറ്റർ, നമ്മുടെ പേപ്പറിലോ ഡയറിയിലോ എഴുതി വെക്കുന്ന കോൺടാക്ട്സിലുള്ള ആൾക്കാർ മാത്രം നമുക്ക് മതി. ഒരു സ്പില്ലോറുള്ള ആളും നമുക്ക് ഇവിടെ വേണ്ട. നമുക്ക് ഈ 4138 കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുള്ളൂ ലീഡർ. അതായത് ഒരു കച്ചകെട്ടി ഇറങ്ങിയ ഒരു ലീഡറിന് 126-28 മെമ്പർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. 2, 4, 8, 12, 32, 64 ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലൈബിലിറ്റി മാറ്റണോ? നമുക്ക് 4138 BNB വേണോ? അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മൾ സ്ട്രക്ചർ വരക്കുക. ഒന്നേന്ന് പറയുന്നു, നമ്മൾ സ്ട്രക്ചർ വരക്കുക. 2 ഫസ്റ്റത്തെ 2 വേണം. അവരെ വെച്ച് മൂവ് ചെയ്യുക. അവരെ സപ്പോർട്ട് നിങ്ങളുടെ 2ാമത്തെ അപ്ഗ്രേഡ് തന്നെ പറ്റിയ കപ്പാസിറ്റി ആൾക്കാർ ആരൊക്കെയാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എൻട്രി വെക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് വളരെ, അതായത് നമ്മളൊരു ജോബ് ഏറ്റെടുത്തേക്കാണ്. ആ ജോബ് എന്ന് പറഞ്ഞാൽ 22 കോടി രൂപയുടെ ജോബാണ്. നമ്മൾ ഇന്ന് ലൈഫിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തില് നെറ്റ്വർക്ക് ചെയ്ത് നമ്മുടെ ജീവിതം മുരടിച്ചു എന്നുള്ളതാണ് കാര്യം. നമ്മൾ പണിയെടുക്കുന്നത് മറ്റുള്ള ലീഡർമാർക്ക് വേണ്ടിയാ, നമ്മൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ആ ഒരു എമൗണ്ട് വരണില്ല സുഹൃത്തുക്കളെ. വന്ന കമ്പനികൾ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭയങ്കര ബാക്ക് എഫക്റ്റ് പോലും നമ്മുടെ നെഞ്ചത്തേക്കാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു റിസ്ക് ഇല്ല. ഇനി കമ്പനി പോകുന്നുള്ളൊരു പേടി വേണ്ട, ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ രീതിയിലുള്ള വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ടീമിനെ നിങ്ങൾ സംരക്ഷിക്കുക, സപ്പോർട്ട് ചെയ്യാൻ നമ്മളെപ്പോലുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അതായത് നിങ്ങളെക്കാളും പ്രായവും സീനിയോറിറ്റിയും കുറവാണെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ ഒന്നും നോക്കാണ്ട് തന്നെ നല്ല രീതിയിൽ ഫിസിക്കൽ സപ്പോർട്ട് ആണെങ്കിലും ഫോണിലൂടെ ആണെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും നമ്മളെ കോൺടാക്റ്റിൽ കിട്ടും. എന്റെ ഫോൺ നമ്പർ ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പോരാതെ തന്നെ 10-20 അഡ്മിൻസ് ഉണ്ട്. ഈ അഡ്മിൻസും രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടുന്ന അഡ്മിൻസും കൂടിയാണ്. എല്ലാവർക്കും നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ബിസിനസ് മുമ്പോട്ട് പോവുള്ളൂ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുന്നു, പാർട്ട്നേഴ്സ് ആണ് നമ്മുടെ ബെൽറ്റ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത്, നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്നേഴ്സ് ആണ്. ആ പാർട്ട്നേഴ്സിനെ എഴുതി ചിട്ടപ്പെടുത്തി വളരെ കൃത്യനിഷ്ഠയോടെ നമ്മുടെ സ്വന്തം അതായത് ആംഗള പെങ്ങന്മാര് തന്നെ എന്ന് കരുതി, നമ്മുടെ ഫാമിലി ഒരു അംഗം എന്ന് പോലെ കരുതി നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് മുമ്പോട്ട് എല്ലാവരെയും കൊണ്ടുവരിക. എല്ലാവർക്കും നല്ല ഒരു ഏർണിങ്സ് ഞാൻ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ കൂടി എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ച നമ്മുടെ കമ്പനിയോടും അല്ലെങ്കിൽ നമ്മുടെ റഹ്മാൻ സാറിനോടും MC കൈകാര്യം ചെയ്ത നമ്മുടെ ഇർഫാൻ സാറിനോടും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്ത നമ്മുടെ മാത്യു സാറിനോടും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ എന്നെ ശ്രവിച്ച എല്ലാ നല്ലവരായ ലീഡേഴ്സിനും തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ടും എൻ്റെ ടീമിന്റെ സപ്പോർട്ടും തീർച്ചയായിട്ടും 100% നിങ്ങൾക്കുണ്ടാവും. ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും BNBയിലേക്ക് നിങ്ങൾ വരിക. സ്മാർട്ട് BNB, ഒറ്റ ലക്ഷ്യം, ഒറ്റ എയിം, 4138 BNB. താങ്ക് യു സോ മച്ച്.
ഇർഫാൻ സാറെ പ്ലീസ്. താങ്ക് യു സുനിൽ ജി. വളരെ വ്യക്തമായി നമ്മളുടെ പ്ലാൻ പ്രസന്റേഷൻ അവതരിപ്പിച്ചു സുനിൽ സാറ്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്ത് നിങ്ങൾ ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് ആ ലീഡറുമായി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം അത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്, BNB സ്മാർട്ട് എന്ന ഈ ഒരു മഹത്തായ പ്ലാൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ നമ്മളുടെ കാസർഗോഡ് ജില്ലയിലുള്ള എൻ്റെ ടീമിലുള്ള ഷാഹുൽ ഹമീദ്, ഒരു ഗ്രേറ്റ് ലീഡർ. പുള്ളി ഇന്ന് ഏകദേശം ഒരു BNB ആവറേജ് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടീം വർക്കിലൂടെ തന്നെ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. വെൽക്കം ഷാഹുൽ ഹമീദ് സാർ. ഹലോ, കേക്കോ? കേൾക്കുന്നുണ്ട് സാറേ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓഡിബിൾ ആണ്, സംസാരിച്ചോളൂ. സാറാ, ഒരുപാട് നമുക്ക് ആദ്യം എനിക്ക് പറയാനുള്ള റഹ്മാൻ സാറിനോട് ഒരുപാട് നന്ദി കടപ്പാട് ഞാൻ റഹ്മാൻ സാറിനെ അറിയിക്കുന്നത്. ഈ പ്ലാന് കിട്ടിയ ഉടനെ ഒരാഴ്ച മുമ്പ് തന്നെ എനിക്ക് വിളിക്കാനുള്ള ഒരു മനസ്സ് തോന്നിച്ചത് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു കൺസെപ്റ്റാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ മാക്സിമം രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി നല്ല കഷ്ടപ്പെടുന്നുണ്ട്. കാസർഗോഡ് നിന്ന് ഒരുപാട് ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്, അണ്ടറൊക്കെ നല്ല ടീം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇത് ആദ്യമായിട്ട് ഇത് ലോഞ്ച് ചെയ്യുന്ന അന്ന് തന്നെ ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തതാണ്. അപ്പോ ഇതുവരെയായിട്ട് എനിക്ക് ഏകദേശം ഒരു BNBന്റെ അടുത്തോളം എനിക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ടൈമിനാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാനത് നെഞ്ചിലേറ്റിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച റഹ്മാൻ സാറിനും ബാക്കിയുള്ള എല്ലാ ലീഡേഴ്സും ഞാൻ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഓക്കെ. ഇർഫാൻ സാർ കേൾക്കാമോ? ഹലോ. സാറേ പറഞ്ഞോളൂ. ഇനി നമുക്ക് നമ്മളുടെ ജെയ്സൺ സാർ ലൈനിലുണ്ടോ? ഉണ്ട്. നമുക്ക് ചാലക്കുടിയിലെ നമ്മളുടെ ഗ്രേറ്റ് ലീഡറായ ജെയ്സൺ എന്ന് പറയുന്ന സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. വെൽക്കം ജെയ്സൺ സാർ. താങ്ക് യു ഇർഫാൻ സാർ. എന്താ പറയണ്ടേന്ന് അറിയില്ല, ആകെ എക്സൈറ്റ്മെന്റ് ആണ്. എനിവേ, BNB സ്മാർട്ടിനെ കുറിച്ച് രണ്ടു വാക്ക് പറയട്ടെ. നമ്മളുടെ ഈ കൺസെപ്റ്റ് മാർച്ച് 23-ാം തീയതി ലോഞ്ച് ചെയ്തെങ്കിലും ഏതാനും ആഴ്ചകൾക്ക് മുന്നാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അതിനാൽ തന്നെ വിവിധ പ്രതിസന്ധികളും വിഷമങ്ങളും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൺസെപ്റ്റ് നമ്മൾക്ക് കിട്ടുന്നത്. ലീഡേഴ്സിന്റെ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഇന്നേക്ക് ഒരു 32 ID വിൻ ചെയ്തുകൊണ്ട് 3-4 ദിവസത്തിനുള്ളിൽ ഞാനിത് വർക്കൗട്ട് ചെയ്ത് എൻ്റെ കൂടെ 10 പേരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാനിത് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ആക്കിയത്. അതിന് എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ അറിയാം. അവർക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എടുത്തു പറയേണ്ട 2-3 വ്യക്തിത്വങ്ങളുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന മാളയിലുള്ള പ്രദീപ് സാറും അതുമാതിരി തന്നെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് മുരിയാടുള്ള രഞ്ജിത്ത് സാറിനോടും എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മളൊരു വർക്ക് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അത് എങ്ങനെ പ്ലാൻ ചെയ്താലാണ് അത് വിജയിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ലീഡേഴ്സ് വരും, നമുക്ക് പ്ലാൻ തരും, നമുക്ക് സ്പീഡ് കൂട്ടും, വേഗം ഐഡിയ അടിക്ക്, ചേർന്ന് നിൽക്കൂ, രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഐഡിയ അടിക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഒരു ഐഡിയ അടിക്കുക, അവിടെ നിന്ന് ഭാര്യയെയോ മകനെയോ മകളെയോ ജോയിൻ ചെയ്യിക്കുക. എന്താണെന്ന് വെച്ചാൽ സുനീഷ് സാറ് കൃത്യമായിട്ട് പറഞ്ഞു, നമ്മുടെ 2ാമത്തെ ലെവലാണ് നമ്മുടെ 7ാമത്തെ ലെവലായിട്ട് കടന്നു വരിക. അപ്പൊ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഫാമിലിയോ നമ്മളുടെ ചങ്ക്
ബ്രദേഴ്സോ അവര് പ്ലാൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഈ 12 ലെവലും അച്ചീവ് ചെയ്തുകൊണ്ട് 126 ID വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരായ വ്യക്തികളെ മുൻനിർത്തിക്കൊണ്ട് അവരും നമ്മളും ലീഡേഴ്സും ഒരുമിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ നമുക്ക് ഈ 4138 BNB കേൾക്കുമ്പോൾ അതിശയോക്തി ഉണ്ട്. 24 കോടി രൂപയോടത്തോളം നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ആ പ്ലാനിനെ കുറിച്ച് രാവും പകലും കഷ്ടപ്പെട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചൊരുങ്ങിയിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. ഇനി കൂടുതലൊന്നും പറയാനില്ല. ഈ 30-ാം തീയതിക്കുള്ളിൽ സാധിക്കുമെങ്കിൽ ഇതിന്റെ 6ാമത്തെ ലെവലും അച്ചീവ് ചെയ്യാൻ പ്രാപ്തമാകുന്ന രൂപത്തിലാണ് ഞാൻ പ്ലാൻ ചെയ്തു പോകുന്നത്. അതിന് ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന ഞങ്ങളൊരു ലിമിറ്റഡ് കമ്പനി പോലെയാണ് അത് ഫോം ചെയ്യുന്നത്. അതിൽ 7 അംഗങ്ങളുണ്ട്. അവരുടെ കൂട്ടായ പ്രയത്നവും അവരുടെ സമയവും വിലപ്പെട്ടതാണ്. എല്ലാവർക്കും അത് പ്രചോദനമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഈ ഇങ്ങനെ ഒരു അവസരം തന്ന റഹ്മാൻ സാറിനും സുനിൽ സാറിനും അതുമാതിരി ഇർഫാൻ സാറിനും ടെക്നിക്കൽ വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാത്യു സാറിനും ഈ സൂമിലിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും വളരെ വളരെ വിജയം ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ജയ്സൺ സാർ. അങ്ങനെ വളരെ ഭംഗിയായി ഇന്നത്തെ സൂം നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റി. എനിക്ക് ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇന്ന് വന്നിട്ടുള്ള ഏകദേശം ഒരു 42ഓളം മെമ്പേഴ്സ് അവരെല്ലാവരും ഭാഗ്യം നിറഞ്ഞവരാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ അവസരത്തെ മാക്സിമം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. കാരണം ചെറിയൊരു ജോയിനിങ് ഫീ കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ള കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഈ 24 hours വർക്ക് ചെയ്യുക. ഹലോ, കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കാം പറഞ്ഞോളൂ. ഈ 24 hours എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കിട്ടിയ വലിയൊരു അവസരം. ഇത് നമ്മളുടെ സ്വന്തം ബിസിനസ് പോലെ നമ്മൾ മാക്സിമം നിങ്ങൾ എല്ലാവരും അത് നെഞ്ചിലേറ്റിക്കൊണ്ട് വലിയൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് തന്നെ സുനിൽ സാർ അവതരിപ്പിച്ചു. അത് നിങ്ങൾ നാളെ തന്നെ നിങ്ങളുടെ ലീഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ എൻട്രി ഇവിടെ ഉറപ്പുവരുത്തുക. നമ്മളുടെ ലൈഫ് ചേഞ്ചിങ് ചെയ്യാനുള്ള വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് BNB സ്മാർട്ട്. അപ്പൊ എല്ലാവർക്കും ശുഭനിദ്ര, ശുഭരാത്രി.